എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാത്തന്നൂർ ശീമാട്ടി മുതൽ തിരുമുക്ക് അണ്ടർപാസ് വരെയുള്ള വർക്കിൻ്റെ അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പടിഞ്ഞാറ് സൈഡിലെ സർവീസ് റോഡാണ്. മെയിൻ റോഡിനും സർവീസ് റോഡിനും ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് തൈകൾ നട്ടിരിക്കുന്നതായി കാണാം. പാരിപ്പള്ളിയിലെ എക്സിറ്റ് പോയിൻ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് വരുന്ന എക്സിറ്റ് പോയിൻ്റ് സ്പിന്നിംഗ് മില്ലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. ചാത്തന്നൂരും പരിസര പ്രദേശങ്ങളിലും പോകുന്നവർക്ക് ഈ എക്സിറ്റാണ് എടുക്കേണ്ടത്. ശീമാട്ടിയിലെ അണ്ടർപാസ് ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഈ ഭാഗത്തുള്ള മെയിൻ റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ്ങും ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ശീമാട്ടിയിലുള്ള അണ്ടർപാസ് പൂർണ്ണമായും തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് മാത്രമാണ് ഇനി ബാലൻസ് ആയിട്ടുള്ളത്. ശീമാട്ടി അണ്ടർപാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ചാത്തന്നൂർ ഊറാംവിള KSRTC ബസ് സ്റ്റാൻഡിന് മുൻവശത്തും അണ്ടർപാസ് വരുന്നുണ്ട്. ഇത് രണ്ടാമതായി അപ്രൂവൽ കിട്ടിയ അണ്ടർപാസാണ്. ഊറാംവിള അണ്ടർപാസിലേക്ക് പോകുന്ന മെയിൻ റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബും ക്രാഷ് ബാരിയറും ഒക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇതുവഴി സഞ്ചാരയോഗ്യമല്ല. KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള അണ്ടർപാസ് ആയതിനാൽ സാമാന്യം വലിപ്പത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഭാവിയിൽ ഡബിൾ ഡെക്കർ ബസ്സുകൾ പോകുന്ന സൗകര്യത്തിനും ഇത് ഹൈറ്റ് കൂട്ടിയാണ് ചെയ്തിരിക്കുന്നത്. അണ്ടർപാസിൻ്റെ വർക്ക് ഏകദേശം 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വർക്ക് നടക്കുന്ന ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെറിയ വണ്ടികളിൽ അണ്ടർപാസിൻ്റെ മുകളിലൂടെ അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ കഴിയും. ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കാണ് ഒരു സൈഡിൽ നടക്കുന്നത്. കൂടാതെ കുറച്ച് ഭാഗം കൂടി ടാറിങ് ചെയ്യാൻ ബാക്കിയുണ്ട്. ഈ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗം ഇപ്പോൾ യാത്രയ്ക്കായി തുറന്നു കൊടുത്തിട്ടില്ല.
ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഊറാമ്പുഴ അണ്ടർപാസിൻ്റെ വടക്ക് ഭാഗമാണ്. അണ്ടർപാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ചാത്തന്നൂർ ഫ്ലൈ ഓവറിന് വേണ്ടിയുള്ള ആറി വാളിൻ്റെ വർക്കാണ് നിങ്ങൾ കാണുന്നത്. ചാത്തന്നൂരിൽ വരുന്നത് 2 ഓപ്പണിങ്ങുകളുള്ള ഫ്ലൈ ഓവറാണ്. ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്, കൂടാതെ പെയിൻറ്റിംഗ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡിലുമുള്ള ആറി വാളിൻ്റെ വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചാത്തന്നൂർ ജംഗ്ഷനിൽ 2 സൈഡിലുമുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വാഹനങ്ങളെല്ലാം ഇപ്പോൾ സർവീസ് റോഡ് വഴിയാണ് തിരിച്ചു വിടുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് തിരുമുക്കിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിന് വേണ്ടിയുള്ള ആറി വാളിൻ്റെ വർക്കാണ്. തിരുമുക്കിൽ നിർമ്മിച്ചിരിക്കുന്ന അണ്ടർപാസ് പരവൂരിലേക്കും നെടുങ്ങോലത്തേക്കുമൊക്കെ തിരിഞ്ഞു പോകുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത് പരവൂരിലേക്ക് പോകുന്ന റോഡിൻ്റെ ഓപ്പണിങ്ങിലല്ല, അല്പം മാറിയാണ്. അത് കാരണം വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. കൂടാതെ മറ്റ് അണ്ടർപാസിനെ അപേക്ഷിച്ച് ഇത് വളരെ ചെറിയ ഒരു അണ്ടർപാസാണ്. ഒരു സമയത്ത് ഒരു വാഹനം മാത്രമേ കടന്നു പോവുകയുള്ളൂ. അത്ര വീതി കുറച്ചിട്ടുള്ള ഒരു അണ്ടർപാസാണിത്. ഇവിടെയും അണ്ടർപാസിനോട് ചേർന്നുള്ള ആറി വാളിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ.
അടുത്തതായി ഇത് ഇത്തിക്കര പാലത്തിലേക്കാണ് പോകുന്നത്. ഇത്തിക്കര പാലത്തിലെത്തുന്നതിന് മുമ്പായി റൈറ്റ് സൈഡിൽ ഒരു ചെറിയ കുന്നുപോലെയുണ്ട്. ആ കുന്നിൻ്റെ മുകളിലൂടെയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത്. അതിൻ്റെ നിർമ്മാണം ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോയിൽ വർക്ക് നടക്കുന്ന എല്ലാ ഭാഗങ്ങളും മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോ ഇത്തിക്കര പാലം മുതൽ മൈലക്കാട് കൊട്ടിയം വരെയുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.